ഗൂഗിളിന്റെ ഗൂഗിൾ പിക്സൽ 9 പ്രോ ഫോൾഡ് എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പിക്സൽ 9 പ്രോ ഫോൾഡ് എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇതിൽ 2 ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഫോൾഡബിൾ ഫോൺ ആണ്, അതുകൊണ്ട് തന്നെ പൊതുവെ 2 ഡിസ്പ്ലേ വരാറുണ്ട്. ഇപ്പം ഉള്ളിൽ 8 ഇഞ്ചിന്റെ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഇതിന്റെ റെസൊല്യൂഷൻ വരിക 2152x2076 ആയിരിക്കും. അപ്പോൾ 2K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 1600 നിറ്റ്സ് ആയിരിക്കും. പിന്നെ പുറത്ത് ഒരു ഹാഫിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 6.24 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 1080x2424 എന്ന റെസൊല്യൂഷനിലായിരിക്കും ഈ ഒരു ഡിസ്പ്ലേ വരിക. ഇതിൽ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെന്റർ ഭാഗത്ത് ആയിട്ടായിരിക്കും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 1800 നിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ചിലപ്പം ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരിക്കും വരിക. പിന്നെ പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ടെൻസർ G4 ചിപ്പ് ആയിരിക്കും ഇതിൽ വരിക. ഇത് ഗൂഗിളിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് എന്ന് വിചാരിച്ചിട്ട് പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറിന്റെ ആ ഒരു ലെവലിൽ എത്തിക്കൊള്ളണം എന്നില്ല. എന്നാലും അതിന്റെ അടുത്ത് വരുന്ന ഒരു പെർഫോമൻസ് കിട്ടേണ്ടതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ 16 GB റാം വരെ വന്നേക്കാം. പിന്നെ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ Android 14 ബേസുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പൊതുവെ ഗൂഗിളിന്റെ ഡിവൈസുകളിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ലഭിക്കാറുണ്ട്. ഫസ്റ്റ് ഗൂഗിളിന്റെ ഡിവൈസുകളിലാണ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ലഭിക്കാറ്. ഫാസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല കുറച്ചധികം കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ഇതിൽ വന്നേക്കാം. 7 കൊല്ലത്തേക്കുള്ള OS അപ്ഡേറ്റ് ഇതിൽ വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇതിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ 10.5 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 10.8 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വന്നേക്കാം. ഫ്രണ്ടിൽ 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത 2 ഡിസ്പ്ലേയിലും. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കുള്ള നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ വന്നേക്കാം. പിന്നെ പൊതുവെ ഗൂഗിളിന്റെ ഡിവൈസുകളിൽ അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടാറുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സിംഗ് ആണ് അവരുടെ ഡിവൈസുകൾ വരാറ്. അപ്പം നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് ഒരു 5000 mAh ബാറ്ററിയൊക്കെ ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരേണ്ടതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ August 13 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ പ്രൈസിംഗ് ആയിട്ട് വരുന്നത് 1899 ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 1,73,000 രൂപ പ്രൈസ് റേഞ്ചിൽ. അപ്പം അത്യാവശ്യം കൂടിയൊരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് 1,75,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ പൊതുവെ ഗൂഗിളിന്റെ ഡിവൈസുകൾ അങ്ങനെയാണ്, അത്യാവശ്യം കൂടിയ പ്രൈസിങ്ങിലാണ് ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്യാറ്. എന്തായാലും ഗൂഗിൾ പിക്സൽ 9 പ്രോ ഫോൾഡ് എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.